അനുമോദിലേക്ക് നമുക്ക് അതിൻ്റെ വിശദാംശം പരിശോധിക്കാം. ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീകുമാർ, അൻവർ സതീശൻ്റെ കീഴിലുള്ള, സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ലെന്ന പ്രഖ്യാപനം നടത്തുന്നതിലൂടെ സതീശനെ കടന്നാക്രമിക്കുകയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. ഒപ്പം വലിയ ഒരു വിശാലാർത്ഥത്തിൽ ഭാവിയിൽ ഒരു സഹകരണ സാധ്യത അൻവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ബൈ ഇലക്ഷനിൽ അൻവറുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹകരണ സാധ്യത താങ്കൾക്ക് നിരീക്ഷിക്കാനാവുന്നുണ്ടോ? അല്ല, അൻവറിനോട് UDF സഹകരിക്കുകയല്ലല്ലോ വേണ്ടത്. അൻവർ UDF-നോട് സഹകരിക്കുക വേണ്ടത്. കാരണം UDF എന്ന് പറയുന്ന ഒരുപാട് കക്ഷികളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു മുന്നണിയാണ്. അൻവർ എന്ന് പറയുന്നത് വ്യക്തിപരമായി LDF-ന്റെ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യക്തിപരമാണ്. അദ്ദേഹം ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അൻവറാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന രീതിയിലേക്ക് വരികയാണല്ലോ. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഭാവവും മറ്റൊന്നും ഇങ്ങനെയല്ല. അത് ദീദി എന്ന നമ്മുടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് തീരുമാനിക്കുക. അപ്പൊ ഇവിടെ അൻവർ ഇന്ന് അദ്ദേഹം ഒരുപാട് തിരക്കഥകൾ എഴുതാൻ മിടുക്കനാണ്. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? VD സതീശനുള്ള UDF-ലേക്ക് പോവില്ല. VD സതീശനുള്ള UDF ഇല്ലാണ്ട് കേരളത്തിൽ UDF ഉണ്ടോ? അദ്ദേഹം ചെയർമാൻ അല്ലേ. പിന്നെ അദ്ദേഹം പറയുന്ന UDF നേതാക്കൾ ആരും വിളിക്കണ്ട. പിന്നെ ഒപ്പം തന്നെ ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്. നമുക്ക് ഇത് അറിയാം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇനി അവശേഷിക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങൾ, പരസ്യ പ്രചരണത്തിന് ഇനി 17 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിലേക്ക് അൻവർ എത്താനുള്ള സാധ്യത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾക്ക് നിരീക്ഷിക്കാനുണ്ടോ? അൻവറിന്റെ രാഷ്ട്രീയം UDF-നെ ചുറ്റിപ്പറ്റിയേ നിൽക്കൂ. അതാണ് ഭാവി. അപ്പൊ ആ നിലയ്ക്ക് അൻവർ UDF-ന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനം വരുന്ന ദിവസങ്ങളിൽ സ്വീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം, അൻവർ മത്സരിക്കാനാണ് നീക്കം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പുറമേക്കില്ല, പണമില്ലെന്ന് പറഞ്ഞാൽ കൂടിയും അദ്ദേഹം അതിനുള്ള ഒരുക്കമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ അൻവർ മത്സരത്തിലേക്ക് വന്നാൽ അത് UDF-നെ തുണയ്ക്കുമോ? അല്ല, അൻവർ മറ്റേ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, ഉറപ്പില്ല, കൊടുക്കുമായിരിക്കും. അത് പിൻവലിക്കാനുള്ള ദിവസങ്ങളുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ തന്ത്രങ്ങളാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ എന്തുവാകാം. പാലക്കാട് അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തി അത് പിന്നെ പിൻവലിച്ചിട്ട് UDF-ന് പിന്തുണ കൊടുത്തു. ചേലക്കരയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം തെളിയിക്കാൻ ശ്രമിച്ചു, അതിൽ പരാജയപ്പെട്ടു. അപ്പൊ അതുപോലെ മറ്റേ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് അദ്ദേഹം പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞു. നിലമ്പൂർ 65,000 വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് കിട്ടി. ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അൻവർ. അപ്പൊ അതുകൊണ്ട് അൻവർ ഒരു പത്രിക കൊടുത്തേക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പത്രിക കൊടുക്കാനുള്ള സാധ്യത അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് അൻവറിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലെന്നേ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഒരു ലക്ഷ്യബോധം എന്ന് അൻവറിന് പറയുന്നുണ്ടോ? കാരണം രാഷ്ട്രീയത്തിൽ ലക്ഷ്യമെന്ന് വെച്ചാൽ ഒന്നുകിൽ ഭരണം അല്ലെങ്കിൽ പ്രതിപക്ഷം. ഇത് അൻവർ രണ്ടു കൂട്ടരെ ഒരുപോലെ ആക്ഷേപിക്കുകയാണ്. അതായത് പിണറായി എന്ന് പറഞ്ഞ് LDF-നെ ആക്ഷേപിക്കുന്നു, ഇവിടെ സതീശൻ എന്ന് പറഞ്ഞ് UDF-നെ ആക്ഷേപിക്കുന്നു. ഇത് രണ്ടും കൂടെ അങ്ങനെ പൊരുത്തപ്പെട്ടു പോകും. അപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം UDF-നൊപ്പം നിൽക്കും. അത് അപ്പൊ ഒരു മുന്നണിയെ പിന്താങ്ങാൻ ഒപ്പം കൂടണമെന്നൊന്നുമില്ല. ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിയെ തോൽപ്പിക്കുക എന്നുള്ളതുകൊണ്ട് തൽക്കാലം എല്ലാം മറന്നുകൊണ്ട് ഞാൻ UDF-നെ പിന്താങ്ങാം എന്ന് അൻവറിന് പറയാം. മാത്രമല്ല ഇന്ന് അദ്ദേഹം വളരെ എഫേർമാര് കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, അദ്ദേഹം പറഞ്ഞത് 2026 നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അന്ന് വേണം മത്സരിക്കാം, ഇന്ന് പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതൊക്കെ അൻവർ ഇങ്ങനെ എന്തൊക്കെയോ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കണം. അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ UDF ചെല്ലില്ല. ഇല്ല, അതെ. ശ്രീകുമാർ, ഒരു കാര്യം കൂടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഷൗക്കത്ത് എന്നൊരു പ്രശ്നമൊന്നുമല്ല. അതിനപ്പുറം അൻവറിന്റെ UDF-ലെ പ്ലേസ്മെന്റ് എന്ത് എന്നത് സംബന്ധിച്ച പ്രശ്നങ്ങളാണ് എന്നതായിരുന്നു ഞങ്ങളുടെ നിഗമനം. അത് തന്നെ അൻവർ സമ്മതിച്ചു. കാരണം അൻവറിന്റെ പ്ലേസ്മെന്റ് എന്ത്, ഏതൊക്കെ സീറ്റുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ്, ഉറച്ച സീറ്റ്, ഇതിലൊന്നും ഒരു വ്യക്തതയില്ല. അപ്പോൾ തൻ്റെ UDF-ലെ പ്ലേസ്മെന്റ് സംബന്ധിച്ച് വ്യക്തതക്കുറവ് ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു അൻവർ സമ്മതിക്കുന്നു. തർക്കം അവിടെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതായത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കക്ഷിരഹിതരെ ഏതെങ്കിലും മുന്നണിയുടെ സഹായത്തോടെ ജയിച്ചിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ട് അത് അവരുടെ സ്വന്തം വോട്ടല്ലല്ലോ. ഇപ്പൊ LDF-ന്റെ പിന്തുണയോടെയാണ് അൻവർ 2 തവണയും ജയിച്ചത്. അപ്പൊ അത് LDF-ന്റെ പിന്തുണ കിട്ടേണ്ട അന്ന് വെറും സ്വന്തമായിട്ട് മത്സരിച്ചാൽ അദ്ദേഹം പരാജയപ്പെടും. അപ്പൊ അദ്ദേഹം ഒരു മിടുക്കനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നുകൊണ്ടും മിടുക്കനായ സ്വതന്ത്ര MLA ആയിരുന്നുകൊണ്ടും അദ്ദേഹം പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു രാഷ്ട്രീയം കൊണ്ടുവന്നു. ആ രാഷ്ട്രീയം അദ്ദേഹം നന്നായിട്ട് പ്രയോഗിക്കുകയും ചെയ്തു. പക്ഷെ അത് UDF-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDF-ന്റെ ഒപ്പം നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി UDF-ന്റെ ഒപ്പമേ പറ്റുള്ളൂ ഇനിയും.
അത് അൻവർ എന്തായാലും അൻവർ ഈ തെരഞ്ഞെടുപ്പിന് പത്രിക അല്ല, ഞാൻ ചോദിച്ചത് അതല്ല, കൊടുത്താൽ ഞാൻ ചോദിച്ചത് യഥാർത്ഥത്തിൽ അൻവറും ഈ പറഞ്ഞ തർക്ക വിഷയമായി മാറിയത് അൻവറിന് മുന്നണിയിൽ എത്തിയാലുള്ള പ്ലേസ്മെന്റ്. കാരണം നിലമ്പൂർ വിട്ടുകൊടുത്ത അൻവറിന് പകരം ഏത് സീറ്റ്, ഏതൊക്കെ തോൽക്കുന്ന സീറ്റുകളാണെങ്കിലും ഏതൊക്കെ, എന്തായിരിക്കും ആ പ്ലേസ്മെന്റ്? അതിലൊരു വ്യക്തത ഉണ്ടായില്ല എന്ന് അൻവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അല്ല, അൻവർ ഉദ്ദേശിച്ച മണ്ഡലം എന്ന് പറഞ്ഞാൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഉറച്ച മണ്ഡലങ്ങളാണെങ്കിൽ അത് കൊടുക്കാൻ സാധ്യതയില്ല. ഇപ്പൊ അൻവറിന് നിലമ്പൂർ തന്നെ കൊടുത്തിട്ട് ആര്യാടൻ ഷൗക്കത്തിന് അവിടെ നിന്ന് മാറ്റാൻ പറ്റും, കുഴപ്പമില്ല. അൻവറിന് തവനൂർ ഒഴുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവറിന് കൊടുക്കുമ്പോൾ നല്ല മണ്ഡലം തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുള്ളൂ. അത് ലഭിക്കുകയും ചെയ്യും, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അത് ഇപ്പൊ നടക്കുന്ന ഈ ചർച്ചയൊന്നും നമ്മൾ നോക്കണ്ട. കാരണം ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ചിത്രം ആവില്ലല്ലോ പൊതുവെ ഉണ്ടാവുക. അല്ല, സാധാരണ ഈ മുന്നണി സാധാരണ ഒരു പുതിയ കക്ഷി ഒരു മുന്നണിയിലേക്ക് വരുമ്പോൾ ആദ്യം ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ സീറ്റ് വിഷയത്തിലാണല്ലോ. അത് കിട്ടിയില്ല എന്നതാണ് അൻവറിന്റെ വാദം. അല്ല, അത് അൻവർ തുറന്ന് പറയാണ്ട് നമുക്ക് പറയാൻ പറ്റൂല. കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം തവനൂർ സീറ്റ് കൊടുക്കാന്നാണ് കേട്ടിട്ടുള്ളത്. അല്ല, അൻവർ എന്ന് പറയുന്ന ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ UDF കൈവിടുകയോ ഇടില്ലയോ എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലീഗിന് കിട്ടുന്ന മണ്ഡലത്തിൽ അൻവറിനെ മത്സരിപ്പിക്കണോ എന്ന് ലീഗിന് തീരുമാനിക്കാം. അല്ല, അൻവറിന്റെ വാദം, അൻവറിനോട് കോൺഗ്രസ് നേതാക്കൾ, പ്രമുഖ നേതാവ് തന്നെ പറഞ്ഞത്രേ മലമ്പുഴയിൽ മത്സരിക്കുക അല്ലെ ബേപ്പൂർ മത്സരിക്കൂ എന്ന കാര്യമൊക്കെ. അപ്പോൾ തനിക്കൊരു അങ്ങനൊന്നും പറയില്ല. കാരണം മലപ്പുഴയും ബേപ്പൂരും പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെട്ടതല്ലല്ലോ. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അൻവർ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, ആര്യടൻ ഷൗക്കത്ത് ഗോവിന്ദ മാഷായിട്ട് ചർച്ച നടത്തിയതല്ല. അതൊക്കെ അൻവർ അത് പലതും പറയും. രാഷ്ട്രീയത്തിൽ അൻവർ പറയുന്നത് എല്ലാം അൻവറിന്റെ തിരക്കഥകളാണ്. ഈ തിരക്കഥകൾ പക്ഷേ രാഷ്ട്രീയത്തിൽ എപ്പോഴും ബോക്സ് ഓഫീസിൽ വിജയിക്കണമെന്നില്ല. അതാണ് എന്റെ പ്രശ്നം. യെസ്, വളരെ നന്ദി ശ്രീകുമാർ സംസാരിച്ചത്. ഏതായാലും PV അൻവർ നടത്തുന്ന നീക്കം എന്താണ്, അൻവറിന് ഇനി എന്ത് പ്രസക്തി എന്ന ചോദ്യം പോലും നമുക്ക് മുന്നിൽ ഉണ്ടാവുകയാണ്. കാരണം അൻവർ ഇത്തരം ഒരു നിലപാടെടുത്ത സാഹചര്യത്തിൽ ഒരു സ്വതന്ത്രനായി നിന്ന് ഏതു തരത്തിൽ നിലപാട് അറിയിക്കാൻ കഴിയും? തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സരത്തിനുണ്ടാകുമോ? CBI അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അൻവർ മത്സരിക്കാൻ ഒരുങ്ങിയാണ്. പക്ഷേ അതൊരു മത്സരം എന്നതും മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ്. ഒരുപക്ഷെ നോമിനേഷൻ സമർപ്പിച്ച് പിൻവാങ്ങാനുള്ള മറ്റൊരു സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാനായിരിക്കും അൻവർ ശ്രമിക്കുക. രാഷ്ട്രീയമാണ്, എന്തും നമുക്ക് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് അൻവർ ഇനിയും സസ്പെൻസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വരും ദിവസങ്ങളിലും നമുക്കത് പ്രതീക്ഷിക്കാം.